ഹലോ ഫ്രണ്ട്സ്, മെയ് 27 PSC നടത്തിയ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 2, ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. 3, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം. 4, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915. ഇവിടെ ഉത്തരം 1D ആണ് ഉത്തരം. അതായത് 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ശരി. ഇനി രണ്ടാമത്തെ ഉത്തരം, ശ്രീ ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. 1, പ്രാചീന മലയാളം. 2, ആദിഭാഷ. 3, വേദാധികാര നിരൂപണം. 4, ആത്മോപദേശ ശതകം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അതായത് 1, 2, 3 ആണ് ശരി. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവരെ തിരഞ്ഞെടുക്കുക. 1, പൊടവര കുഞ്ഞമ്പു നായർ. 2, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ. 3, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. 4, പള്ളിക്കൽ അബൂബക്കർ. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 3ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അതായത് പൊടവര 1, 2, 4 ആണ്. പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പിന്നെ പള്ളിക്കൽ അബൂബക്കർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, USA യുടെ 16ാമത് പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്ക ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്വം അവസാനിച്ചു. 4ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ആണ് ശരി. US-ൻ്റെ 16ാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ആ യുദ്ധം ഔദ്യോഗികമായിട്ടും അവസാനിച്ചു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക. ദേശീയ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യന് മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 5D ആണ്. അതായത് 1, 3, 4 ആണ്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. എന്നാൽ ദേശീയ ന്യൂനപക്ഷ പ്രശ്നം പരിഹരിക്കൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യക്കൂട്ടത്തിലല്ല. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, പാമ്പും പാലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഇവിടെ 6ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അതായത് 1, 3, 4 ആണ് ശരിയായ ഉത്തരം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്ന് കണ്ടെത്തുക. സിന്ധു നദി നംജവർവയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. 3, കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. 4, ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. 7ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2 and 3 ആണ്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ്, അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ഇനി
എട്ടാമത്തെ, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? എട്ടിന്റെ ഉത്തരം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതായത് ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഇനി ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 1 ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, 3 ചൈനാക്കടലും പസഫിക് സമുദ്രത്തിലും ടൈഫൂൺ, 4 പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ ടൊർണാഡോ. അപ്പോൾ 9ന്റെ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാതം സൈക്ലോൺ എന്നും അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രത്തിലും ഹരിക്കെയിൻ എന്നും ചൈനാക്കടലിലും പസഫിക് കടലിലും ടൈഫൂൺ എന്നും അറിയപ്പെടും. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണെന്നാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ സി, കേരളമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്, ഇതിൻ്റെ ഉത്തരം 11ന്റെ ഉത്തരം എ, പാമ്പാടും ഷോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. 12 ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രദാനം ചെയ്യുന്നു? 12ന്റെ ഉത്തരം ബി ആണ്, കുത്തനെയുള്ള ചെരിവിനെയാണ് പ്രദാനം ചെയ്യുന്നത് കോണ്ടൂർ രേഖകൾ. 13 നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ നയം അറിയപ്പെടുന്നത്? 13ന്റെ ഉത്തരം ബി ആണ്, ധനനയം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 14ന്റെ ഉത്തരം സി ആണ്, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. 15 ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? 15ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. 16 നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? 16ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, ഒഡീഷയാണ്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക പ്രകാരം മുന്നിൽ നിൽക്കുന്ന ഒഡീഷ. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 തൊട്ട് 56 വരെ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. ഡി 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 17 സി ആണ്, റോളിംഗ് പ്ലാനിൻ്റെ കൊല്ലം ആണ് തെറ്റ്. ഇനി 18, 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുത്തുന്നു? അത് 18ന്റെ ഉത്തരം 18A ആണ്, 100. ഇനി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? അതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ന്റെ ഉത്തരം ഡി ആണ്, സച്ചിദാനന്ദ സിൻഹ. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 20ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അതായത് 1 നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് കാനഡയിൽ നിന്നും കടമെടുത്തത്. നിർദ്ദേശക തത്വം കടമെടുത്തത് അയർലൻഡിൽ നിന്ന്. 21 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ബി, ഉത്തരം ബി ആണ്, 2 മാത്രമാണ് ശരി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇതാണ് ശരിയായ ഉത്തരം. ഇനി മൗലിക അവകാശം എന്ന ആശയം നമ്മൾ ശരിക്കും ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നല്ല എടുത്തത്, അമേരിക്കയിൽ നിന്നാണ്. അതാണ് അത് തെറ്റ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 7 ഇല്ല, 6 മൗലിക അവകാശമേ ഉള്ളൂ. കാരണം സ്വത്തവകാശം ഒരു മൗലിക അവകാശം പണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭേദഗതി ചെയ്തിട്ട് അതൊരു നിയമാവകാശമാക്കി. അങ്ങനെ 7 എന്നുള്ളത് 6ആയി മാറി. ഇനി 22 ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാന ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 22ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 1.4 അതായത് 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ഇനി 86ാം ഭേദഗതി നമുക്കറിയാം, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭേദഗതിയാണ്. അതായത് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ് 86ാമത് ഭേദഗതി.
73-ാം ഭേദഗതി അറിയാം, പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52-ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. ഇനി 23 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നിർദ്ദേശ തത്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത. സി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഡി ഐത്താചാര നിർമ്മാർജ്ജനം. ഡി നിർദ്ദേശ തത്വത്തിൽ ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് ആൻസർ ഡി. 23 ഡി. ഇനി 24 താഴെ പറയുന്ന കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. 3 ഭരണഘടനയുടെ 91-ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ് 24 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നതോടുകൂടി. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. അത് ഇൻഷുറൻസ്, പോലീസ്, വനം, കൃഷി. നമുക്കറിയാം ഓപ്ഷൻ ബി വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. 26-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 26ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അതായത് 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി പഞ്ചായത്തുകളുടെ അധികാരവും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാനങ്ങളിൽ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളെ ധനസ്ഥിതി പരിശോധിക്കാൻ ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു. അത് തെറ്റാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നിയമിക്കുന്നത്. ഇനി 27-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ തലവനാര്? ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. ഇനി 28 കേരളത്തിൽ മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷണത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ. 30-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73-ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ ഉള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്ത് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലത്തിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി 31 മയക്കുമരുന്നുകളുടെ വിതരണം, ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? 31ന്റെ ഉത്തരം യോദ്ധാവാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് റെഡ് റിബൺ ക്ലബ്ബ്. 34 മനുഷ്യരിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവന ചുവടെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായത് കണ്ടെത്തുക. പ്രായപൂർത്തിയായ മനുഷ്യന് 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുണ്ട്. മനുഷ്യരിലെ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥിയുണ്ട്. അതിൽ 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ ബി 1ഉം 2ഉം. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥിയുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുണ്ട്. ഇനി 35-ാമത്തെ ക്വസ്റ്റ്യൻ അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. ഓപ്ഷൻ സി വനസംരക്ഷണമാണ് ഉത്തരം. 36 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടം ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നുമാണ്? 36 ബി ആണ് റൈസിംഗ്
സ്റ്റാർ കേവ്, റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? 37ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി സുനിത വില്യംസ് ആണ്. വുമൺ വിത്ത് വൈൽഡ് ഹെയർ. 38 ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 38ന്റെ ഉത്തരം എ ആണ്. F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. ദെൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക. 39ന്റെ ഉത്തരം ബി ആണ്, 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ ജിയെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഇവിടെ 40ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുമ്പോൾ ജിയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി 41 ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് എക്സ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് എക്സ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? 41 എ ആണ്. SDX-01ഉം SDX-02ഉമാണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 42ലെ ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറയുന്നത് ഫെർമിയാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. 43ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് ഹേബർ പ്രക്രിയ അല്ലേ. പിന്നെ അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതി ശരിയാണ്. രൂക്ഷ ഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ ശരിയാണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? പ്രഷറും ടെമ്പറേച്ചറും. ഇവിടെ 44 എന്ന് പറയുന്നത് സി ആണ്. കെ ലുസാക്ക് നിയമമാണ്. ഇനി 45 ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? 45ന്റെ ഉത്തരം സൾഫറാണ്, എസ്. 46 തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ്? ഉത്തരം ശക്തൻ തമ്പുരാൻ. ഇനി താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാര്? ഇവിടെ 2024 ഗുകേഷും മനു ഭാക്കറും ഹർമൻപ്രീത് സിംഗും നേടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി സുഖ്ജീത് സിംഗ് ആണ് നേടാത്തയാൾ. 48 താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പിന്നെ പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയം സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. ഇതിൽ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായത്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയം സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 49 ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കീചകവധം, ഉത്തരാസ്വയംവരം, നരകാസുരവധം. അതിൽ 49ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. കീചകവധവും ഉത്തരാസ്വയംവരവും രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഇനി 50 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? 50ന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഗായത്രി സ്പിവാക്കാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത്. 51 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? 51ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. 13,167. ഇനി ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും അതായത് ചുറ്റളവും പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണവും ഇവ തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര? 52ന്റെ ഉത്തരം സി ആണ്, 4 യൂണിറ്റ്. ഇനി ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിലെ പരപ്പളവ് എത്ര? 53ന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. പിന്നെ 45/6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ 53ന്റെ ഉത്തരം. ഇനി 54 തെറ്റായ പ്രസ്താവന
n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. n ഒരു എണ്ണസംഖ്യ ആയാൽ 12⁻n ഒറ്റ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. n ഒരു ഒറ്റ സംഖ്യ ആയാൽ n² - 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. n ഒരു ഒറ്റ സംഖ്യയുടെ വർഗം 4n + 1 എന്ന രൂപത്തിൽ എഴുതാം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ്. 54 ബി ആണ് തെറ്റായ പ്രസ്താവന. ഇനി 55 ശ്രേണി പൂർത്തിയാക്കുക. 55 BJF DKH FMJ HPL ഓപ്ഷൻ ഡി ആണ്. JTN ആണ് അടുത്തത്. ഇനി അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവാണ്. 56ൻ്റെ ഉത്തരം സി ആണ്. 12.56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി 57 86 കൂട്ടണം 52 = 5, 63 കൂട്ടണം 72 = 8 ആയാൽ 83 + 72 എത്ര? 57ാമത്തേൻ്റെ ഉത്തരം ബി ആണ്. 10 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. 34 - 20 ഹരിക്കണം 5 പ്ലസ് ബ്രാക്കറ്റിൽ 17 - 2 × 3 കൂട്ടണം 18/9 -3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം +10 എത്ര ആയിരിക്കും? ഇവിടെ 58ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അടുത്ത 59 x - 1/x = 3, x ≠ 0 ആയാൽ x⁴ + 1/x⁴ വില. 59ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. 119. 59ൻ്റെ ഉത്തരം ഡി. ദെൻ 60 പ്രോഗ്രസിൻ്റെ കോഡ് OQQSN PFHQ ST FR TRT ആയാൽ കൈറ്റിൻ്റെ കോഡ് എന്ത്? 60ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. JLHJ SUDF. 61 ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഓൺ ഹിസ് ഏരിയ ഈസ് ഫോർബിഡൻ. 61ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നുള്ളതാണ് തെറ്റ്. ഇനി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിയം ഓഫ് ദ വേർഡ് ഇൻഡിഫാറ്റിഗിൾ. 62ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഇൻടോളറൻറ്റ് ആണ് ഉത്തരം. ഇനി 63 റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഡ്യൂ ടു പി ദ സുനാമി ഓഫ് 2004, Q ദ കോസ്റ്റൽ റീജിയൻ ഓഫ് തമിഴ്നാടു, 6 ദ ലാക്ക് ഓഫ് അഡ്ക്വൻറ്റ് വാർണിംഗ് സിസ്റ്റം, എസ് ഡെവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ്. 63ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. RPSQ ആണ്. RPSQ. Select the correct indirect form of the given sentence. John said to Tina, where were you going? 64ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ജോൺ ആസ്ക്ഡ് ടീന where she had been going. Choose the correct spelling from the given option. ഇവിടെ അക്വൈൻറ്റൻസിൻ്റെ സ്പെല്ലിംഗ് ആണ്. 65ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 65 സി ആണ്. ACQUAINTANCE. 66 if she had taken the medicine she dash better. 66ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. would have felt better ആണ്. Then 67 every school and college dash a library. The students along with their friends dash the library. 67ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. has every school and college has a library. The students along with their friends visit the library. 68 his wife can't dash his terrible behavior anymore. ഇവിടെ 68ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. പുട്ട് അപ്പ് വിത്ത് ആണ് ഉത്തരം. ഇനി 69 ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഇവിടെ 69ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആർ കോമ്പൗണ്ട് വേർഡ്സ് ആണെന്ന് പറയുന്നത്. വേൾഡ് വൈൻഡ്, ബ്ലാക്ക് സ്മിത്ത്, ബ്ലാക്ക് ബോർഡ്. 70 ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻസ്. 70ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ടു ബി ഇൻ എ പൊസിഷൻ ഓഫ് കൺട്രോൾ. ടു ബി ഇൻ എ പൊസിഷൻ ഓഫ് കൺട്രോൾ ആണ്. ദെൻ 71 ഒറ്റപ്പദമാക്കുക.
71 ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. ദെൻ 72 പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനയിൽ മാവിൻ്റെ പര്യായം എഴുതുക. ഇവിടെ ഉത്തരം ചൂതമാണ് മാവിൻ്റെ പര്യായം. പനസം പ്ലാവിൻ്റെയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പ്രത്യയം 73ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, തീ ആണ്. ദെൻ 74 വിപരീതം എഴുതുക. ഗൗരവം ഓപ്പോസിറ്റ് ലാഘവമാണ്. 75 ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്നർത്ഥം. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. 76 കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. കേൾ പ്ലസ് തൂ ആണ് കേട്ടു. 77 കണ്ണടിച്ചിരട്ടോക്കുക എന്ന ശൈലി. താഴെ തന്നിരിക്കുന്നതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 77 എന്ന് പറയുന്നത് സി ആണ്, സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ദെൻ ആർ എന്ന ഏത് ബഹുവചന പ്രത്യയമാണ്? 78 ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, പൂജക ബഹുവചനം. 79 തന്നിരിക്കുന്നതിൽ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഡി, ഓപ്ഷൻ ഡിയിലുള്ള ഘാതകനാണ് ഖനനം ചെയ്യുന്നവൻ. ഇനി 80ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ആഖ്യാതം എന്ന് പറയുന്നത് ഓടി എന്നുള്ളതാണ്. ആഖ്യം എന്ന് പറയുന്നത് ദുഷ്യന്തൻ്റെ വെള്ളക്കുതിരയായിരിക്കാം. കാരണം ഒരു സബ്ജക്റ്റ് ആഖ്യവും ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആഖ്യാതം എന്നാണ് എനിക്ക് തോന്നിയത് നോക്കിയപ്പോൾ. 81 അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. 81ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് 1ഉം 2ഉം 3 പേരുമാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടവർ. ഭീകരവാദി, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. ഇനി 82 കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 82ലെ ബി ആണ് ശരിയല്ലാത്തത്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നത് ശരിയല്ല. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അടുത്ത ബന്ധുവിന് ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. 83 തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണെന്ന്. 83ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, വെൽഫെയർ ഓഫീസറാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരിക്കണ സാൻമാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തതാരാണ്? 84ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, പോലീസ് DGP ആണ് അംഗമല്ലാത്തത്. ജയിൽ DGP, ജില്ലാ പ്രൊഫഷണൽ ഓഫീസർ, ജില്ലാ ജഡ്ജിയെല്ലാം അംഗമാണ്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏവ എന്ന് തിരഞ്ഞെടുക്കുക. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികൾക്കുള്ള തടവുകാർക്ക് കൂടുതലാണ്. തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബാവധിക്ക് അർഹത ഉണ്ടായിരിക്കും. 85ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 1ഉം 3ഉം മാത്രമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. തുറന്ന ജയിലിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബാവധിക്ക് അർഹതയുണ്ടാകും. 86 മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? 86ൻ്റെ ഉത്തരം എ ആണ്. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷന് നേരിട്ടുള്ള അധികാരത്തിൽ വരുന്നില്ല. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ ചെയ്യാം? ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യാം. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കാനും ആവശ്യപ്പെടാം. ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടാം. എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. 87 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണെന്നാണ്. 87ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി ഉൾപ്പെടുന്നില്ല. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളിലായിട്ട് ഉൾപ്പെടുന്നവർ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതായ വ്യക്തി, കുറഞ്ഞത് 7 വർഷം സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി. 88ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 88 ആരോപിക്കപ്പെട്ട പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടില്ല? 1 വർഷമാണ് ഉത്തരം.
ഇനി 89 മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്. 89ന്റെ ഉത്തരം എന്ന് പറയുന്നത് IG റാങ്കാണ്. ഓപ്ഷൻ ഡി IG റാങ്കാണ് നിയോഗിക്കേണ്ടത്. ഇനി 90 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണിന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? 90ന്റെ ഉത്തരം എന്ന് പറയുന്നത് 90C ആണ്, നിയമമന്ത്രി. 91 വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 91ന്റെ ഉത്തരം C ആണ്, 48 മണിക്കൂറിനകം മറുപടി നൽകണം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെ? 92ന്റെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായത്. 5 വർഷമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി. 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. 93 വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 93 ആർട്ടിക്കിൾ 19 ഉറപ്പുവരുത്തുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 94 വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? 94ന്റെ ഉത്തരം C ആണ്, 25,000 രൂപ വരെ മാക്സിമം പിഴ ചുമത്താൻ പറ്റും. ഇനി 95 വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? 95ന്റെ ഉത്തരം C ആണ്. 1, 2, 3 ഇതിൻ്റെ ഉത്തരം. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്ന വിവരങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം കൊടുക്കാൻ പാടില്ല. എന്നാൽ 4ാമത്തെ ഇത് കൊടുക്കാം, മന്ത്രിസഭയുടെ തീരുമാനം അവയുടെ കാരണങ്ങളും കൊടുക്കാം. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? 96ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇനി 97 മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏത്? 97ന്റെ ഉത്തരം C ആണ്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. ഇനി 98 അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? 98ന്റെ C ആത്മസാക്ഷാത്കാരം എന്ന ഘട്ടത്തിലാണ്. ഉത്തരം 98C. ഇനി 99 ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയവും ഉത്കണ്ഠയും ഒന്നു തന്നെയാണ്. 2 പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. 3 ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. 99ന്റെ ഉത്തരം B ആണ്, 2ഉം 3ഉം മാത്രമാണ് ശരി. ഇനി 100 ഹൊവാൾഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? 100ന്റെ ഉത്തരം D ആണ്, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. താങ്ക് യു ഫ്രണ്ട്സ്.